കോഴിക്കോട് മലബാർ മേഖലയിൽ ഈ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതിൽ 4 പേരും അസുഖം ഭേദമായി വീടുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. എങ്കിൽ പോലും കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷിലയാണ് നമ്മളോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നത്. നമുക്ക് നോക്കാം എന്ത് നിർദ്ദേശങ്ങളാണ്, എന്തൊക്കെ മുൻകരുതലുകളാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നതെന്ന്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ജോഷ്ല, നമ്മൾ ഈ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ ഒരു ചെറിയ പേടിയും ആശങ്കയൊക്കെ വന്നിരുന്നു. ഇതെന്താണ് സംഭവം? പക്ഷേ ആരോഗ്യ വകുപ്പ് അതിൽ ആശങ്ക വേണ്ട, കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ, മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന നിലയിൽ അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നു. മാത്രമല്ല, അസുഖം ബാധിച്ച 5 പേരിൽ 4 പേരും രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങിയെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, തീർച്ചയായും കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നിപ്പയും കോവിഡും ഒക്കെയാണ്. അതുപോലെ തന്നെ വെസ്റ്റ് നൈൽ പനി എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നപ്പോൾ അതൊരു വലിയ ഒരു ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക പ്രേക്ഷകർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിഷയവുമായി ഇന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ DMO അടക്കം കളക്ടറെ അടക്കം കണ്ടിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ജാഗ്രതാ നിർദ്ദേശം പൊതുവിൽ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. അത് മഴക്കാല പൂർവ്വരോഗങ്ങളെ പ്രതിരോധിക്കാനായി നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതുപോലെ തന്നെ പരിസര ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. അതുപോലെ അതിനോടൊപ്പം കുറച്ചുകൂടി ജാഗ്രത എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊതുകുകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഈ വെസ്റ്റ് നൈൽ പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൊതുകുകളാണ്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഇതിന് കാരണമായി വരുന്നത്. ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമല്ല. അതേസമയം തന്നെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് കൊതുകുകൾ വഴി പകരാനിടയുള്ള ഒരു രോഗം കൂടിയാണ്. പക്ഷേ മരുന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പോലും ഇതിൻ്റെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ അനുസരിച്ച് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന, ഡെങ്കിപ്പനി പോലെയൊക്കെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗം തന്നെയാണ് ഇത് എന്നുള്ളതാണ് കളക്ടർ അടക്കം ഇന്നലെ പങ്കുവച്ച കാര്യം. അതുകൊണ്ട് ആരും ഭീതിതമായ ഒരു രീതിയിലേക്ക് പോകേണ്ടതില്ല. എന്നാൽ പരിസര ശുചീകരണം അത്യാവശ്യമാണ്, ജാഗ്രത പാലിക്കണം, കൊതുക് കടി ഏൽക്കാതെ നോക്കണം എന്നുള്ള കാര്യങ്ങളാണ് കളക്ടർ ഇന്നലെ പങ്കുവച്ചിരിക്കുന്നത്. 5 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ഇവരിൽ 4 പേരും കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ പനി വന്നിട്ട്, എന്നാൽ ഇന്നലെയാണ് ഇവർക്ക് വെസ്റ്റ് നൈൽ പനി ആയിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. ഈ 4 പേരും ചികിത്സയൊക്കെ കഴിഞ്ഞ് അസുഖമൊക്കെ ഭേദപ്പെട്ട് വീടുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരാൾ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതുപോലെ തന്നെ വെസ്റ്റ് നൈൽ പനി ആണോ എന്ന് സംശയിക്കുന്ന ഒരു രോഗി ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. എന്തായാലും കൊതുകടി ഏൽക്കാതെ നോക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മഴക്കാലം വരാൻ പോവുകയാണ്. മഴക്കാല പൂർവ്വ രോഗങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പരിസര ശുചീകരണം അത് വളരെ കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. മനു, ശരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, കൊതുകുകടി ഏൽക്കാതെ സൂക്ഷിക്കുക. അപ്പോൾ കൊതുകുകടി ഏൽക്കാതെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പരിസരം വൃത്തിയാക്കിയിടുക എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ, വെസ്റ്റ് നൈലിനൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ ഒരു ഇതായിട്ട് തോന്നാം. പക്ഷേ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 പേരും അസുഖം ഭേദമായി മടങ്ങുകയും ചെയ്ത സാഹചര്യമുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്.